യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നുണ്ട്. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിക്കിട്ടാൻ കാത്തിരിക്കായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും മരണം ഉറപ്പായി. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. തൊട്ടു പിന്നാലെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ്. നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണമാണ് ദീപക് എന്ന യുവാവിന് നേരെ ഷിംജിത ഉയർത്തിയത്. തൊട്ടു പിന്നാലെയായിരുന്നു ദീപകിന്റെ ആത്മഹത്യ. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. എന്റെ കയ്യിൽ അവനെ കിട്ടിയേ ഞാൻ അവനെ അരിഞ്ഞ് മുളകിട്ട് അങ്ങനെ തിന്നിടോ. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. അതുവരെ ദാ ഇങ്ങനെ ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. എങ്ങനെ? ഇങ്ങനെ.